നമ്മള് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നമ്മളൊരു റൂമിൽ ഒരു ഫ്ലാറ്റില് ഒരു റൂമെന്നല്ല പറഞ്ഞു, ഒരു ഫ്ലാറ്റില് പല റൂമുകളും ഉണ്ട്. അവിടെ നമ്മള് എടാ കോപ്പെ, നീയൊക്കെ പല്ലീന്ന് വിളിക്കുന്നുണ്ട്, എന്നെ പറയാത്ത അപരാധങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ക്ഷമിക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ ഇത്രയും പേര് കുറ്റപ്പെടുത്തുമ്പോൾ ഒരുപാട് പേര് അമ്മമാരാണ് ചേച്ചി, ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവർക്കൊന്നും കമന്റ് ഇടാൻ അറിയാത്തതുകൊണ്ടായിരിക്കാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും രേണുസുതി യൂണിവേഴ്സിലോട്ട് തിരിച്ചെത്തിക്കുകയാണ്. അപ്പം രേണുസുതിയെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ, ഇവിടെ കണ്ടന്റ് കാണാൻ താല്പര്യമുള്ളവർ ഓടി വായോ വായോ വായോ. അതുപോലെ തന്നെ പ്രസന്റ് വെക്കണം. പ്രസന്റ് എങ്ങനെ വെക്കണം എന്ന് വെച്ചാൽ ലൈക്ക് അടിച്ചുകൊണ്ട് പ്രസന്റ് വെക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തൊന്ന് ഹെൽപ്പ് ചെയ്യേ. അപ്പൊ നമുക്ക് എന്താണെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേടെയായിട്ട് നമ്മൾ ഇന്നലെ എല്ലാം കുറെ കോണ്ടന്റ് രേണുസുതി സബ്ജക്ട് റിലേറ്റഡ് ഒക്കെ ചെയ്തിരുന്നു. പിന്നെ എന്താണ് മെയിൻ സബ്ജക്ട് പറഞ്ഞാൽ ഇവിടെ എന്താണ് സബ്സ്ക്രിപ്ഷൻ. പിന്നെ ഇത് വലിയ റിലവന്റ് ടോപ്പിക് ആണോ? ഇത് റിലവന്റ് ടോപ്പിക് അല്ല. നമ്മളൊക്കെ എന്താണ് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ജസ്റ്റ് ഫോർ റിലാക്സ് ആൻഡ് ഫൺ എന്നുള്ള ഒരു മോഡിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ് സബ്സ്ക്രിപ്ഷൻ എടുത്ത കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു അടിപൊളി സബ്സ്ക്രിപ്ഷൻ വീഡിയോ ആണ് കേട്ടോ, ഒന്ന് കണ്ടു നോക്കുക. ഹായ് ഹലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞ കുറെ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ. പക്ഷെ എന്റെ ബിസി തിരക്കായതാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷെ നിങ്ങൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാൻ എത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും ടൈം ഉള്ള പോലെ. സോ എന്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകുന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ പറയാ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഒരുപാട് ഇഷ്ടത്തോടെ. സോ ലവ് യു സോ മച്ച് രേണുസുതി. അപ്പം രേണുസുതി സ്നേഹത്തോടെ വന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാം പിടിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് എന്നെക്കൊക്കെ ഇറക്കിയിട്ട് നോക്കിയിട്ട് പുള്ളിക്കാരി ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ വന്നിരുന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും എന്റെ ഡ്രസ്സിങ് താത്തി കാണിക്കോ, നിങ്ങൾ കാണാൻ വേണ്ടി എന്തെങ്കിലും കാണിക്കോ ഒന്നും ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. എത്രയും മാന്യമായിട്ട് നിന്നിട്ടാണ് ഞാൻ എന്താണ് നിങ്ങളുടെ മുന്നിലോട്ട് ഡ്രസ്സ് ധാരണം ചെയ്ത് വരുന്നത്. അപ്പൊ ഇവിടെ രേണു ചേച്ചിയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് എടുത്ത് പറയാനാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അപ്പൊ ഞാൻ എന്താണ് പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ വന്ന് കാണിക്കുമ്പോൾ സബ്സ്ക്രിപ്ഷനകത്ത് എന്തെങ്കിലും ഉണ്ടേ, അത് അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ഒന്ന് വന്ന് കാണാം സബ്സ്ക്രിപ്ഷൻ. അതുകൊണ്ട് കൂടുതലും ആൾക്കാർ എടുക്കണമെന്ന് ചേച്ചി ഇങ്ങനെ ലോഹിക്കുകയാണ്. എനിക്ക് മലയാളം അത്ര കറക്റ്റായിട്ട് വരത്തില്ല കേട്ടോ, നിങ്ങൾ അതൊന്ന് ക്ഷമിക്കണം. അപ്പം അങ്ങനെ നമ്മളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രംഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ചേച്ചി ഇട്ടിരുന്ന ഡ്രസ്സും കാര്യങ്ങളാണ് ഇവിടെ ഹൈലൈറ്റ്. അപ്പൊ ഡ്രസ്സ് നന്നായിട്ടൊന്ന് കാണില്ലെങ്കിൽ ചേച്ചി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇറക്കം താത്തി കാണാൻ പാകത്തിന് ആക്കി തരുന്നുണ്ട്. അപ്പം ചേച്ചിയുടെ ആ ഒരു മനസ്സൊന്നും നിങ്ങൾ ആരും കാണാതെ പോകില്ല. അപ്പൊ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഈ ഒരു പരിപാടി കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം സബ്സ്ക്രിപ്ഷൻ എടുത്ത് കൊണ്ടുവരിക. അപ്പൊ ഏതാണ്ട് 199 ആയി എന്ന് നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൊ അതിനകത്ത് ഡാനി പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും 49 രൂപയ്ക്കാണ് സബ്സ്ക്രിപ്ഷന് 199 രൂപ ആയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇതങ്ങ് വിട്ടുകളയാലേ. ഇനി അടുത്ത കാര്യം കേൾക്കാം. നമ്മള് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നമ്മളൊരു റൂമിൽ ഒരു ഫ്ലാറ്റില് ഒരു റൂമെന്നല്ല പറഞ്ഞു, ഒരു ഫ്ലാറ്റില് പല റൂമുകളും ഉണ്ട്. അവിടെ നമ്മള് നമ്മുടെ ഉണ്ണി ഉണ്ടായിരുന്നു, അവളുണ്ടായിരുന്നു, അവരുടെ ഉണ്ണിമായ ഉണ്ടായിരുന്നു, നമ്മുടെ നീ ഉണ്ടായിരുന്നു, ഞാനുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിനാണ് ഈ വിവാദങ്ങൾ. പറഞ്ഞിട്ട് കുഴപ്പമില്ല. എന്റെ ഷൂട്ട് കഴിഞ്ഞ് വന്ന ഡ്രസ്സുകളും കാര്യങ്ങളും അവിടെ വെച്ചതിനുമാണ് ഞാനിപ്പോ കേൾക്കുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഇനിയിപ്പോ ഒരു മുറിയിൽ ഇരുന്നാലും നമുക്കിടയിൽ ഒരു നെഗറ്റീവ് സംഭവിക്കത്തില്ലെന്ന് എനിക്കറിയാം. നിനക്കറിയാം. ഒരിക്കട്ടെ, നിനക്ക് വിഷയമൊന്നും ഇല്ലല്ലോ. നമ്മളെ അറിയാവുന്നവർക്ക് നമ്മളെ അറിയാം. ഓക്കേടാ, അന്ന് അടിപൊളിയായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുക. കാണാട്ടോ. ശരി. എക്സ്ക്യൂസ് മീ രേണുസുതി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടേ. ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങൾ ഈ ഒരു മീഡിയാസിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞത്. അല്ലാതെ നിങ്ങൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, അവിടെ പോകുന്നു, ആ റൂമിൽ ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ എന്താണ് ഇത് വെച്ച് നോക്കുന്നില്ല. മഷിനോട്ടൊന്നും നമുക്ക് പരിചയമില്ല. നമ്മൾ വ്ലോഗ് ചെയ്യുന്നവര് മഷിനോട്ട് ആർക്കും പരിചയമില്ല. നിങ്ങൾ എന്താണോ ഇവിടെ കൊണ്ടിടുന്നത് അത് എടുത്ത് പെറുക്കി വെച്ചിട്ടാണ് നമ്മൾ 10 പറയുന്നത്. അപ്പം കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങൾ എടുത്ത് വെച്ച് പൊങ്കാലയിട്ടതാണ് എന്താണ് അക്ഷയമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. അവിടെ നമ്മൾ ഒന്നിച്ചല്ലട ഒരു ഫ്ലാറ്റിൽ നിന്ന് രേണുസുതി തന്നെയാണ് എടുത്തെടുത്ത് വെച്ചിട്ട് അവിടെ ഒരു മിസ്ലീഡിങ് സാധനം ഇട്ടത്. അവിടെ വേറെ കൂടെ ആരുണ്ടെന്നോ ആരില്ലെന്നോ ഒന്നും നിങ്ങൾ അവിടെ പറഞ്ഞിരുന്നില്ല. നോട്ട് ദ പോയിന്റ്, എന്നെ കാണുന്ന ജനങ്ങൾ. അപ്പം അങ്ങനെ പറഞ്ഞിരുന്നത്. എന്നിട്ട് അത് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുക? ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ റൂമിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലേ? ഞാൻ പറയാണ് വേറെ ആൾക്കാരുണ്ട് എന്ന് പറയും, വേറെ ആരും ഇല്ലെന്ന് പറയണം, നിങ്ങൾ അത് വിശ്വസിക്കും. വേറെ ആൾക്കാരുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതാണ് വിശ്വസിക്കുന്നത്. അല്ല നിങ്ങൾ ആരും എന്റെ ഈ റൂമിൽ വന്ന് നോക്കുന്നൊന്നും ഇല്ലല്ലോ. അതുപോലൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവളും ഈ അക്ഷയ് എന്ന് പറഞ്ഞവനും കൂടെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ പടച്ചു വിടുന്നതാണ് നമ്മൾ എടുത്തത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം കിട്ടേണ്ടതെല്ലാം കിട്ടി കഴിഞ്ഞപ്പോൾ ഇന്ന് വന്നിട്ട് അവിടെ ഉണ്ണിയുണ്ട്, അച്ചുണ്ട്, മറ്റതുണ്ട്, മറിച്ചവനുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ എന്ത് ലോജിക്കാണ് എന്റെ പൊന്നു പെണ്ണുമ്പോളെ ഇരിക്കുന്നത്? നിങ്ങൾ എന്ത് തേങ്ങാക്കൊലയെ പറയുന്നത്? ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ അറിയാം. എന്നാ പിന്നെ അന്ന് ആ ബൈറ്റ്സിന്റെ കൂടെ അതങ്ങ് വിട്ടാ പോരായിരുന്നോ? നമ്മളാരും അങ്ങനെ ഒരു മിക്ക് പെണ്ണുമ്പോളെ ഒന്ന്. അപ്പം നമ്മൾ അന്നേരത്തേക്ക്
അന്നാണെങ്കിൽ അങ്ങനെ വിട്ട് ആ രീതിക്ക് പോകുള്ളൂ. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് കോണ്ടന്റ് വേണം, നിങ്ങൾക്ക് ഏറിൽ നിൽക്കണം, നിങ്ങൾ കുറച്ച് എന്താ രേണുവിനെക്കാളും കൂടുതൽ അന്ന് അക്ഷയ് എന്ന് പറഞ്ഞവൻ അവൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്താണ് മിസ്ലീഡിങ് കൊടുത്തു, ഡബിൾ മീനിങ് കൊടുത്തു. അതായത് ആ കാറിൽ പോയി ഇരിക്കുന്ന സമയത്ത് പിന്നെ വട കേസ് അതൊക്കെ എന്താണ് ഒരു പെണ്ണിന് യോജിക്കുന്ന ഒന്നുമല്ല. ഇതൊരു എന്താണ് തറയെക്കാളും തത്തറ എന്ന് പറയും. അതിനേക്കാളും താഴ്ന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ആ ലെവലിൽ നിന്ന് സംസാരിച്ചിട്ട് ഇപ്പം പറയുന്ന നമ്മളാണ് കുറ്റക്കാര്. ഇനി അടുത്തത്, ഒരുപാട് സിനിമകൾ ചെയ്ത ആക്ട്രസസ് ആയാലും അവർക്കൊക്കെ ഒരു സിനിമ ചെയ്യുന്നു, 2 സിനിമ ചെയ്യുന്നു, പിന്നെ അവരെ കാണാൻ പറ്റുന്നില്ല. രേണുസുതി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് രേണു അങ്ങനെ സാധിക്കുന്നത്? സാധിക്കുന്നതിന് മെയിൻ കാരണം എന്റെ പൊന്നിയായിട്ട് ആദ്യം പ്രത്യേകിച്ച് ചോദിക്കാനുള്ളൂ, തൊലിക്കട്ടി, അപാരം തൊലിക്കട്ടിയാണ് പുള്ളിക്കാരിയുടെ. ആ തൊലിക്കൊട്ടിയും കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം സാധാരണ തൊലിക്കൊട്ടിയൊന്നും പോരാ. എന്താണ് ഒരു കാണ്ടാമൃഗം, ഒരു 5 കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി ഒന്നിച്ചിട്ട ഒരു സംഭവമാണ് രേണുസുതി. അമ്മാതിയാണ്, കാണുന്ന പോലെ ഒന്നുമല്ല പുള്ളിക്കാരി. അല്ലെങ്കിൽ ഇമാതിരി തൊലിക്കട്ടി ഉണ്ടെങ്കിൽ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അതാണ് ഇതിന്റെ കാര്യം. അപ്പൊ ഇത്ര നാളും ഇങ്ങനെ നിങ്ങൾ ഇവരുടെ പുറകെ നടന്നിട്ട് മനസ്സിലായില്ലേ അമ്മാതിരി. അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവര് എന്തുമാത്രം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, എന്തുമാത്രം ഡബിൾ മീനിങ് ആണ്. അപ്പം എന്തുകൊണ്ടാണ് ഇവളോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്? അവളോട് എന്ത് വേണം, എന്തുവാവാം, രേണുവിനോട് എന്തുമാവാം, എന്തും പോകുമെന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടല്ലേ. അപ്പൊ തൊലിക്കട്ടി, അതിനൊന്നും പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറെ ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോ ഒരു പെണ്ണ്, ചേച്ചി ഒന്ന് എന്നോട് മിണ്ട്, ഞാൻ ആകെ ഡൗൺ ആണ്, എനിക്ക് ആരാന്ന് പോലും അറിയില്ല. റിക്വസ്റ്റ്, ചേച്ചി ഒന്ന് മിണ്ട് പ്ലീസ്, ചേച്ചി എന്നെ ഒന്ന് വിളിക്ക്, ഞാനിപ്പോ ആകെ ഡൗൺ ആണ്. ചേച്ചിയുടെ ഓരോ റീൽസും ചേച്ചിയുടെ ഓരോ സംസാരവും ചേച്ചിയെ കാണുമ്പോഴാണ് ഞാനൊന്ന് പോസിറ്റീവ് ആകുന്നത്. ഇത്ര ആൾക്കാർ ആട്ടുകയും തൊക്കുകയും ചെയ്തിട്ട് ചേച്ചി എന്നൊരു വ്യക്തി ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണമെങ്കിൽ പിടിച്ച് നിൽക്കണ ചേച്ചിയുടെ ഗഡ്സ് വേറെയാണ്. ഒന്നും വേണ്ടി ചേച്ചി ഞാൻ ആ കുട്ടിക്ക് ഞാനിപ്പോ മെസ്സേജ് കൊണ്ടപ്പോഴാണ് ചുമ്മാ ഒന്ന് സോഷ്യൽ മീഡിയ ഒന്ന് കറക്റ്റ് നോക്കിയാൽ രേണുസുതിയെ ആട്ടുകയും തുപ്പുകയും ചെയ്ത് അവർക്ക് റീച്ചാണ്. അങ്ങനെ ഇഷ്ടംപോലെ എന്നെ ഒട്ടും അറിയാത്ത ആൾക്കാരാണ് ഈ കിടന്ന് എനിക്കിട്ട് ഈ പറയുന്ന പോലെ അങ്ങനെ ഉള്ളവരുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നില്ലേ, അത് തന്നെയല്ലേ ലൈവിലായിട്ട് നിൽക്കാൻ കാരണം. പിന്നെ നമ്മുടെ ലൈം ലൈറ്റ് നിൽക്കുന്നത്. അപ്പൊ ലൈം ലൈറ്റ് നിൽക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. നമ്മളെല്ലാരും എടുത്ത് ആട്ടി നോക്കുകയൊന്നും ചെയ്യുന്നില്ലല്ലോ. എത്രയോ പേര് അടിമോളെയൊക്കെയാണ് നമ്മളെടുത്ത് പൂഴ്ത്തിയല്ലേ പറയുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ ക്യാരക്ടർ, വ്യക്തിത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നല്ലതായിരിക്കണം, നേർരേഖ രീതിയിലായിരിക്കണം. ഇതിവിടെ എന്ന് പറഞ്ഞ് ഇവള് വളച്ചൊടിച്ച് അതും മിസ്ലീഡിങ്ങും ഡബിൾ മീനിങ്ങും പറഞ്ഞ് നടക്കുന്നവളെ എന്ത് പറഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്യും? എന്ത് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനാ? ഒന്നും സപ്പോർട്ട് ചെയ്യാനില്ല. അതുപോലെയാണ് ഇവിടെ നാക്കും കാര്യങ്ങളും പെരുമാറ്റവും ഒക്കെ വരുന്നത്. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചവരേന. അത് മാത്രമല്ല, ഒരുപാടുണ്ട് പറയാൻ. നമ്മൾ കുറെ അധികം വീട്ടിലോട്ട് ഇത് തന്നെയല്ലേ തന്നെ പിന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ്. ഇത്രയും പേര് കുറ്റപ്പെടുത്തുമ്പോൾ ഒരുപാട് പേര് അമ്മമാരാണ്, ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവർക്കൊന്ന് കമന്റ് ഇടാൻ അറിയാത്തതുകൊണ്ടായിരിക്കാം. ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. നേരിട്ട് കാണുമ്പോൾ അവരുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെയാണ്. ഒരു മിനിറ്റ്, ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഒരാളെ ഇഷ്ടമല്ല. അപ്പൊ ആള് നമ്മുടെ മുന്നോട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കാന്ന് വെച്ചാൽ ആളിങ്ങനെ നമ്മുടെ അടുത്തോട്ട് വന്ന് ബസ് കയറാൻ നിൽക്കുക. അപ്പൊ നമ്മൾ അവരെ തെറി വിളിക്കുവോ? ഇല്ല. നമ്മളെ ഹായ് ചേച്ചി, ഹായ് ചേട്ടാ, എവിടെ പോയതാ, ഇന്ന സ്ഥലത്ത് പോയതാ എന്നല്ലേ നമ്മൾ പറയുള്ളൂ. ഒരു പുഞ്ചിരിയോടല്ലേ അവർ സംസാരിക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അവരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞോണ്ട് നീ എന്റെ അടുത്ത് നിൽക്കരുത്, നീ മാറിപ്പോടി, അല്ലെ നീ മാറിപ്പോടാ, പോ ചേട്ടാ, പോ ചേച്ചി എന്ന് പറഞ്ഞ് നമ്മൾ പെരുമാറുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് എത്ര ഇഷ്ടപ്പെടാത്തവര് നമ്മുടെ അടുത്ത് വന്നാലും നമ്മൾ അവരോട് നമ്മളൊരു ബേസിക് ഒരു ഇതുണ്ട്, ഒരു മാനേഴ്സ് നമ്മൾ കാണിക്കും. അത് മാത്രമാണ് ഈ രേണുസുതി അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് നേരിട്ട് കാണുമ്പോൾ കാണിക്കുന്നത്. അത് ഫാൻ ബേസ് ഒന്നും അല്ല, അത് ജസ്റ്റ് ഒരു കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാം. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ലാത്ത കിഴങ്ങത്തി പറഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല. പിന്നെ അതൊക്കെ പോട്ടെ, നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഗസ്റ്റ് കയറി വരിക, നമ്മൾ എന്തെടുക്കും? അവരെ ആട്ടി പറഞ്ഞ് പായിച്ചു വിടുവോ? ഇല്ല. വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം അടയും കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് പറഞ്ഞു വിടും. അതാണ് അതിന്റെ അന്തസ്. അതൊക്കെ തന്നെയാണ് ഈ രേണുസുതിയെ നേരിട്ട് കാണുമ്പോഴും ചെയ്തിട്ട്. അതായത് ഉത്തമ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രേണുസുതിയുടെ കമന്റ് എഴുതാൻ അറിയാമല്ലാത്ത അമ്മമാരല്ല. അങ്ങനെ വരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 80, 85, 90 വയസ്സുള്ള വല്യമ്മമാരായിരിക്കണം അല്ലേ. ബാക്കി എല്ലാവർക്കും ഇങ്ങോട്ട് ഉള്ളവർക്കൊക്കെ ഏകദേശം ഫോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ അറിയാം. എനിക്കൊരു കുഞ്ഞമ്മയുണ്ട്, അമ്മണി കുഞ്ഞമ്മ എന്ന പേര്. പുള്ളിക്കാരിക്ക് 70, 73 വയസ്സുണ്ട്. തുറവൂരുകാരിയാണ്. എനിക്കറിയത്തില്ല, അവർക്കറിയത്തില്ലാത്ത പരിപാടി ഒന്നുമില്ല. അതുപോലത്തെ അടിപൊളി ഒരു കുഞ്ഞമ്മയാണ്. അപ്പം സ്മാർട്ട് ഫോൺ കാര്യങ്ങളും ഐഫോൺ വരെ അവർ ഉപയോഗിക്കും. അപ്പം അതൊക്കെയാണ് അവർ. 73, 74 വയസ്സുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമാണ്. പിന്നെ ഈ രേണുസുതി പറഞ്ഞിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയത്തില്ലാത്ത ഒരു ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കാറ്റഗറി ആയിരിക്കും. ഏകദേശം എന്റെ അമ്മായിയമ്മ നന്നായിട്ട് ഫോൺ ഉപയോഗിക്കും, എന്റെ അമ്മ ഉപയോഗിക്കും, എല്ലാവരും ഉപയോഗിക്കും, എന്റെ അയൽവക്കത്ത് ചുറ്റുമുള്ളവരെല്ലാരും തന്നെ ഉപയോഗിക്കും. അവർക്കൊക്കെ 10, 50, 52 ഒക്കെ വയസ്സൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്തൊന്നും വലിയ കഥയില്ല. അപ്പൊ കഥയിൽ ചോദ്യമില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഈ രേണു പറഞ്ഞ കഥയിൽ ചോദിക്കാൻ പാടില്ല എന്നുള്ള ഒരു മീനിങ്ങും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അടുത്തത്, എടാ കോപ്പേ, നീക്ക പല്ലിന്ന് വിളിക്കുന്നുണ്ട്, എന്നെ പറയാത്ത അപരാധങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ക്ഷമിക്കുന്നുണ്ട്, ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട്. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞോ, പുല്ലേന്നും കോപ്പേന്നൊക്കെ നിന്റെ പെണ്ണുമ്പളുണ്ട് വീട്ടിൽ, അവളെ ചെന്ന് വിളിച്ചോണം. കേട്ടടാ മറ്റവനെ. കേട്ടടാ മറ്റവനെ.
അപ്പൊ മറ്റവനെന്ന് വിളിക്കും, ഇവിടെ പുല്ലേന്ന് വിളിച്ചാലാണ് കുഴപ്പം. അപ്പൊ എന്താണെങ്കിലും രേണു ചേച്ചി ഇപ്പൊ പുല്ലേന്നും കോപ്പേന്നും ഉള്ള ഓരോരോ എന്താണ് കമന്റ്സിനൊക്കെ ഇപ്പൊ റിപ്ലൈ പറഞ്ഞുകൊണ്ട് ചേച്ചി വന്നിട്ടുണ്ട്. അപ്പം എന്താണ് ചേച്ചിയുടെ ഉദ്ദേശം എന്ന് അറിയത്തില്ല. ഓരോരോ നെഗറ്റീവ് കമന്റുകളും എനിക്ക് പൂച്ചെണ്ടുകളും പൂമാലകളുമാണെന്നാണ് രേണു ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്. പക്ഷെ എന്താണ് അർത്ഥം, ഈയിടെയായിട്ട് അങ്ങ് ചേച്ചിക്ക് ഹാർട്ട് പെയിൻ ആവുകയാണ്, പെട്ടെന്ന് അങ്ങ് ഹാർട്ട് ഫീലിങ്സ് വരികയാണ്, പെട്ടെന്ന് അങ്ങ് റിയാക്ഷൻ ഒക്കെ അങ്ങ് വളരെ പെട്ടെന്നാണ് ചടകുടഞ്ഞ് എഴുന്നേക്കുന്നത്. പക്ഷെ എന്നാലും അതായത് കഴിഞ്ഞിടയ്ക്ക് കുറച്ച്, അതായത് ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് ഇവരുടെ കൂട്ടുകാരി അല്ലെ ഹനാന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അബോഷണോ കാര്യങ്ങളോ അങ്ങനെ നടന്നു. അതിന് ഇതുവരെ റിപ്ലൈയും കാര്യങ്ങളുമായിട്ട് വേണ്ടുന്ന രീതിയിൽ ഒരു റിപ്ലൈ, ഒരു സംതൃപ്തി തരുന്ന രീതിയിൽ ഒരു റിപ്ലൈ വന്ന് തരുന്നത് കണ്ടില്ല. അതങ്ങ് തപ്പി പോയതേ ഉണ്ടായിരുന്നു. അതെന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അതെന്താണ് ചേച്ചി, അതെന്താണ് ചേച്ചി ഇതുവരെ റിപ്ലൈ അതിനൊന്നും കൊടുക്കാഞ്ഞത്? ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചേച്ചി ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, പല്ലിന്ന് വിളിക്കുന്നതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ ചേച്ചി കഴിഞ്ഞ ദിവസം വേറൊരു തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇച്ചിരി ഡിഗ്രി കൂടിപ്പോയി. അപ്പം അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെന്ന് അറിയത്തില്ല, ഹനാന് പറഞ്ഞതിന് മാത്രം റിപ്ലൈ കൊടുക്കുന്നില്ല, പിന്നെ അതിന്റെ പുറകെ നടക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അങ്ങനെയൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് രേണുസുതി ചേച്ചിയെ കൊണ്ടുള്ള ഇന്നത്തെ ചെറിയ ചെറിയ ഒരു കോണ്ടന്റ് എന്ന് വെച്ചാൽ വലിയ രീതിയിലൊന്നും ഇല്ല, ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ജസ്റ്റ് ഫോർ എ ഫൺ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.